എല്ലാവർക്കും നന്ദിമുന്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ലേറ്റായിട്ടാട്ടോ എണീറ്റത്, ഭയങ്കരമായിട്ട് ലേറ്റായി. ഇന്നിവിടെ ഹർത്താലായത് കാരണം എനിക്കും പോകണ്ട, നന്നുവിനും മുന്നേക്കും പോകണ്ട. പിന്നെ എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്, ഇന്ന് ആർക്കും ഒന്നും പോകണ്ട. അത് കാരണം ഇന്ന് ഒരു 7 o'clock ആയി എണീറ്റപ്പോൾ. കണ്ടോ, നന്നു മുന്നേ നല്ല ഉറക്കാണ് കേട്ടോ. ഇവരിഞ്ഞ് എണീക്കുമ്പോൾ ഒരു 7:30 8 o'clock ആവും. അപ്പോൾ ഇന്ന് ഗോതമ്പ് പൊടിയും കൊണ്ട് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്തായാലും അത് എനിക്കിഷ്ടമാണ്, മുന്നന്നൂനും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. മുന്നേ ചിലപ്പോഴൊക്കെ കഴിക്കും, ചിലപ്പോഴൊന്നും കഴിക്കില്ല. പിന്നെ ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഹസ്ബൻഡിനും ഒന്നും അത് വലിയ താല്പര്യമില്ല. അത് കാരണം അവർക്ക് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കും. അപ്പോൾ അതാണിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഉണ്ടാക്കാനായിട്ട്. ഗോതമ്പ് പൊടി കലക്കി വെച്ചു. അപ്പോൾ പതിവ് പോലെ തന്നെ എൻ്റെ മോർണിംഗ് ടീ, എൻ്റെ സ്വന്തം സ്മൈലി കപ്പിൽ ഞാൻ കുടിക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അതിലും ദേ ഞങ്ങളുടെ ഗോതമ്പ് മാവ് റെഡി ആയിട്ടുണ്ട്. ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ടൈപ്പ് നോൺ സ്റ്റിക്ക് ചട്ടിയല്ല, മറ്റേ ടൈപ്പ് ചട്ടിയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ ചൂടാക്കാൻ വെക്കണം. ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് ദോശ ചുട്ടെടുക്കാം. എണ്ണ വേണം കേട്ടോ, അതിനകത്ത് എണ്ണയും ഒഴിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഫ്ലെയിം സിമ്മിലായിരിക്കണം. ഒരുപാട് തീയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും, ദോശ വേവേയില്ല. അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ ചട്ടിക്ക്, നോൺ സ്റ്റിക്ക് പോലെയല്ല. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ആട്ടോ. അതിപ്പോൾ എനിക്ക് അമ്മയാണ് ഈ മാവ് വെള്ളവും ആ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. കൂടിപ്പോയാൽ നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് എന്ത് ചെയ്താൽ വിട്ട് കിട്ടത്തില്ല. കുറഞ്ഞു പോയാൽ അറിയാലോ, മാവ് ഇങ്ങനെ സ്പ്രെഡായി ഇങ്ങനെ പരത്തി എടുക്കാനായിട്ടും പാടായിരിക്കും. അപ്പോൾ എന്തായാലും അതിൻ്റെ കൺസിസ്റ്റൻസി സൂപ്പറായിരുന്നു. അമ്മ നല്ല സൂപ്പറായിട്ട് എനിക്കത് കുഴച്ച് തന്നു. ഇത് തേങ്ങ എന്തിനാണെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ല, ഒരു സ്പെഷ്യൽ സാധനം എനിക്കും നന്നുവിനും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിനി ദോശയ്ക്ക് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. കറിയൊന്നുമില്ല, കുറച്ച് ഉള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മെസ്സ് ക്ലീൻ ചെയ്യാണ്. അല്ലെങ്കിലേ കറി വയ്ക്കാൻ വലിയ എക്സ്പേർട്ടല്ല, ഇനി അത് ക്ലീൻ ആക്കാം, എന്നിട്ട് കറിക്ക് ടേസ്റ്റ് ഇല്ലാണ്ടാവണ്ട. ഉള്ളി ഞാൻ പൊളിച്ചത് ഇടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും. ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുത്താൽ ഇതിങ്ങനത്തെ രൂപം കിട്ടും. ഇതാണ് ഉള്ളി മുളക് ഇടിച്ചത്. ഇതാണ് ഞങ്ങളുടെ ദോശയ്ക്ക് ഇന്നത്തെ കറി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ഇത് ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്തതാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ജീരകവും ഏലക്കയും കൂടി പൊടിച്ചിടാം. അത് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആകുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. പക്ഷേ അത് നന്നുവിന് ഈ ജീരകവും ഇഷ്ടമല്ല. ജീരകം പിന്നെയും കഴിക്കും അവന്, ഏലക്ക ഒരു രക്ഷയില്ല, അതിൻ്റെ ആ ഫ്ലേവർ അവന് ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം ഞാൻ ജീരകം ഏലക്ക ഇട്ടിട്ടില്ല. വെറുതെ തേങ്ങ ചിരണ്ടിയിട്ട് അതിനകത്തേക്ക് ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ടു. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതേ ദോശയിലേക്ക്, ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശ പരത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്തത് ഉള്ളിൽ വെക്കും. കണ്ടോ, ഗോതമ്പ് പൊടിയാണേ, നല്ല ടേസ്റ്റാണിത്. ഇതെൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നതായിരുന്നു. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴല്ല, കല്യാണത്തിന് മുന്നേ വരെ. ഇപ്പോൾ പോകുമ്പോഴും ചില സമയത്തൊക്കെ ഉണ്ടാക്കാറുണ്ട് അവിടെ. അപ്പോൾ അതൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് ഇങ്ങനെ മടക്കുക ഒരു സൈഡിലേക്ക്. വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ എടുത്ത് സെർവ് ചെയ്യാം. ഇല്ലയെന്നാണെങ്കിൽ നമുക്ക് ഇനി വേണമെങ്കിൽ ഒരു മടക്കലും കൂടി മടക്കാം. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഞങ്ങളുടെ ഇന്നത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്, ടേസ്റ്റി, യമ്മി, ഡെലിഷ്യസ്. അത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് കഴിച്ചു നോക്കണം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏലക്കയും ജീരകവും അത് എന്തായാലും അത് പൊടിച്ചിടണം. എന്നാൽ മാത്രമേ അതിൻ്റെ കംപ്ലീഷൻ വരത്തുള്ളൂ. ഇതിപ്പോൾ നന്നുവിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഏലക്കയും ജീരകവും ഇടാത്തത്. വേക്കപ്പ്, ഇന്ന് കൂളില്ല. മുന്നേ ഇട്ടൊക്കെ വരുന്നല്ലേ, ചേട്ടായിട്ടില്ലോ. Good morning. Good morning.
ഗുഡ് മോർണിംഗ്. അയ്യോ ഇന്ന് സ്കൂളിലില്ല. ഇന്നെന്താ പരിപാടി? കളിക്കണം, പഠിക്കണം, കളിക്കണം, പഠിക്കണം. കളിക്കണം. ആ ഒരു വിചാരം മാത്രമല്ലേ ഉള്ളൂ മുന്നേക്ക്. കളിക്കണം, പഠിക്കണം, ഫുഡൊക്കെ കഴിക്കണം. ഒന്നും അമ്മയ്ക്കില്ല. കുറച്ചേരം കളിക്കാൻ വിടാറില്ലേ? പഠിപ്പിക്കാം. കുറച്ചേരം പഠിച്ചിട്ട് അല്ല, കുറച്ചേരം കളിച്ചിട്ട് പഠിച്ചാ പോരെ. ഒരാളെ ബ്രഷ് ചെയ്യാൻ വിട്ടതാണ്. ഇത് നോക്കിയേ എന്താ ചെയ്യണേന്ന്. ഇന്നാണ് ചെയ്യണേ. അപ്പൊ കാറിലേക്ക് കല്ലെറിഞ്ഞ കാറില് പെയിന്റ് പോവൂലേ? വീഡിയോ കാണട്ടെ അച്ഛൻ. അച്ഛൻ കാണട്ടെ വീഡിയോ. ചെരുപ്പിട്ടേ മുന്നേ ബ്രഷ് ചെയ്യാൻ ഇറങ്ങിയേക്കണം കേട്ടോ. അതാണ് മുന്നേറെ പരിപാടി. പിന്നെ ആരെ ചെരുപ്പ് ഇടണേന്ന് നോക്കി. അവൻ്റെ ചെരുപ്പ് കൂടെ കിടക്കണുണ്ട് കണ്ട. എന്നിട്ട് അവൻ ഇടണത് എൻ്റെ ചെരുപ്പ്. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് അവൻ്റെ തന്നെ ചെരുപ്പ്. അവിടെ തുപ്പല്ലേ, അവൻ്റെ തന്നെ ചെരുപ്പ് വേണം. അത് രണ്ടും ഇന്ന് കഴിച്ചിട്ടില്ല. മുന്നേക്ക് അത് രണ്ടും വേണ്ട. മുന്നേ ഇന്ന് അച്ഛനെ കൊണ്ട് ചപ്പാത്തി മേടിപ്പിച്ചിട്ട് ചപ്പാത്തിയും ചമ്മന്തിയും കൂടി കഴിച്ചത്. ഇന്ന് ഡേ 4 or 5. അയ്യോ ഇന്ന് ഫ്രൈഡേ അല്ലേ? ഇന്ന് ഡേ 5 ആണേ. ഇന്ന് ഡേ 5. അപ്പം ഇന്ന് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുക. മുന്നേ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു 9:30 ആയി. ഇന്നിപ്പോൾ എനിക്കും ഇല്ല. ഇന്ന് ഹർത്താലായത് കാരണം എനിക്കും ഇല്ല, മുന്നേക്കും ഇല്ല, നന്നൂനും ഇല്ല. അപ്പം എല്ലാവരും ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡേ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നാളെ സാറ്റർഡേ ആണ്. നാളെ ചിലപ്പോൾ ഞാൻ വീഡിയോ ചെയ്യും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ ഞാൻ ചിലപ്പോൾ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.